നമസ്കാരം, ഡോക്ടേഴ്സ് ക്യാബിനിലേക്ക് സ്വാഗതം. ദീർഘനേരം നിന്ന് ജോലി ചെയ്യുന്നവരിലും പ്രത്യേകിച്ച് സ്ത്രീകളിലും പ്രായമായവരിലുമാണ് വെരിക്കോസ് വെയിൻ കണ്ടുവരുന്നത്. ഇന്നത്തെ ഡോക്ടേഴ്സ് ക്യാബിൻ ചർച്ച ചെയ്യുന്നത് വെരിക്കോസ് വെയിനെ കുറിച്ചാണ്. തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ വാസ്കുലർ സർജനായ ഡോക്ടർ വിഷ്ണുവാണ് നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത്. ഡോക്ടർ, വെൽക്കം ടു അഷു. ഡോക്ടർ, ഈ വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ പലരിലും ഭയങ്കര ഒരു സംശയമുള്ളൊരു കാര്യമാണ്. എന്താണ് വെരിക്കോസ് വെയിൻ? എവിടെയാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? എങ്ങനെയാണ് ഇത് കാണപ്പെടുന്നത്? വെരിക്കോസ് വെയിൻ സാധാരണഗതിയിൽ നമ്മുടെ കാലക്രമേണ ഡെവലപ്പ് ചെയ്യുന്ന ഒരു അസുഖമാണ്. ഒരു ഡീജനറേറ്റീവ് ഡിസീസ്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ എന്നിവ പോലെ ഒരു ഡീജനറേറ്റീവ് ഡിസീസാണ്. നമ്മുടെ പരിണാമത്തിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഡിസീസാണെന്ന് വേണം പറയാൻ. ഒരു നാൽക്കാലിയായിരുന്ന കുരങ്ങൻ ഇരുകാലിയായ മനുഷ്യനായപ്പോൾ വന്നിരിക്കുന്ന വെയിനുകളിൽ വന്നിരിക്കുന്ന പ്രഷറിൻ്റെ വ്യതിയാനം മുഖാന്തരം, എന്നാൽ അതിനൊപ്പം വെയിനിലെ വാൽവുകൾ ഡെവലപ്പ് ചെയ്യാത്തത് മുഖാന്തരം ഉണ്ടായിരിക്കുന്ന അസുഖമാണ് വെരിക്കോസ് വെയിൻ. സാധാരണഗതിയിൽ സ്ത്രീകളിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. പ്രഗ്നൻസി സമയത്ത് ആണ് സാധാരണയായി തുടങ്ങുന്നത്. അത് പ്രോഗ്രസ് ചെയ്യും. ഒരു 30-40 വയസ്സാകുമ്പോൾ സാധാരണഗതിയിൽ വെരിക്കോസ് വെയിനായി മാറും. അതുപോലെ ഈ വെരിക്കോസ് വെയിൻ്റെ സാധാരണമായി കണ്ടുവരുന്ന ഒരു കാരണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണഗതിയിൽ വെരിക്കോസ് വെയിൻ ഉണ്ടാകാൻ ഉള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ നേരം നിന്നിട്ടുള്ള ജോലി, നിന്നുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്നവർ, പ്രത്യേകിച്ചും ആണുങ്ങളിലാണെന്നുണ്ടെങ്കിൽ ബസ് കണ്ടക്ടർമാർ, പോലീസുകാർ, പട്ടാളക്കാർ, ടീച്ചർമാർ, ഇവരിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. സ്ത്രീകളിൽ പ്രഗ്നൻസി ഒരു പ്രധാന കാരണമാണ്. വയറിലെ പ്രഷർ കൂടുന്നതിനനുസരിച്ച് വെരിക്കോസ് വെയിനുകൾ ഉണ്ടാകുന്നത് സാധാരണമാണ്. സാധാരണ പ്രഗ്നൻസി മാറിക്കഴിയുമ്പോൾ, അതായത് കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഇത് ഒരു 70% ആളുകളിലും തിരിച്ച് നോർമലാകാറുണ്ട്. ചിലരിൽ അത് പ്രോഗ്രസ് ചെയ്യും. ഇങ്ങനെ വേറെ ചില കാരണങ്ങൾ, പുകവലി ഒരു പ്രധാനപ്പെട്ട കാരണമാണ് വെരിക്കോസ് വെയിൻ വരുന്നതിൽ. ഒരു ഡീജനറേറ്റീവ് ഡിസീസ് ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ഭാഗമാണ് പുകവലിയുടെ ഇതുമായിട്ടുള്ള ബന്ധം. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ പുകവലി ഇതിൻ്റെ ഒരു കാരണമാണെന്ന്. ഈ ക്ലോട്ടുകൾ ഉണ്ടാകുന്നു, പ്രത്യേകിച്ച് കാലുകളിൽ പുകവലിയുടെ അമിത ഉപയോഗം കാലുകളിൽ ക്ലോട്ട്സ് ഉണ്ടാക്കാൻ, അതും ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ ക്ലോട്ടുകൾ ഉണ്ടാകുക എന്ന് പറയുന്നത് കാലിലെ ആർട്ടറി എന്ന് പറയുന്ന കാലിലേക്ക് രക്തോട്ടം, ഹൃദയത്തിൽ നിന്ന് കാലിലേക്ക് രക്തോട്ടം ഉണ്ടാകുന്ന രക്തക്കുഴലുകളിലാണ് ക്ലോട്ടുകൾ ഉണ്ടാകുന്നതെന്ന് നമ്മൾ പറയുന്നത്. അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് പോലെ, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ, സ്ട്രോക്ക് എന്ന് പറയുന്നു ബ്രെയിനിലേക്കുള്ള രക്തോട്ടം തടസ്സപ്പെടുമ്പോൾ, കിഡ്നിയിലേക്ക് തടസ്സപ്പെടുമ്പോൾ റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നു. അതുപോലെ തന്നെ കാലിലേക്കുള്ള രക്തോട്ടം തടസ്സപ്പെടുമ്പോൾ അത് കാലിൽ വ്രണങ്ങളായിട്ടും കാല് കറുത്ത് ഗാംഗ്രീൻ എന്ന് പറയുന്ന കറുത്ത് ആയി മാറുകയും ചെയ്യുന്നു. അതിന് വെരിക്കോസ് വെയിനുമായി നേരിട്ട് ബന്ധമില്ല. പക്ഷേ രണ്ട് രീതിയിലുള്ള ഒരേ പ്രോസസ്സാണ്, ഡീജനറേഷൻ്റെ ഒരേ പ്രോസസ്സാണ്, നശിക്കുക എന്നുള്ള ഒരേ പ്രോസസ്സാണ് ഇതിൽ രണ്ടിലും നടക്കുന്നത്. അതുപോലെ തന്നെ വെരിക്കോസ് വെയിന് സാധാരണമായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണഗതിയിൽ വെരിക്കോസ് വെയിൻ തുടങ്ങുന്ന കാലയളവിൽ കുറേ നേരം നിൽക്കുമ്പോൾ കാലിൽ വരുന്ന കഴപ്പാണ് പ്രധാനമായി കണ്ടുവരുന്നത്. പ്രത്യേകിച്ചും വൈകുന്നേരം സമയങ്ങളിൽ നിന്നിട്ട് പണിയെടുത്ത് കഴിയുമ്പോൾ പകൽ സമയത്ത് ബുദ്ധിമുട്ടൊന്നും കാണില്ല. വൈകിട്ട് സമയങ്ങളാകുമ്പോൾ കാലിൽ നീര് വരിക, ക്രമാതീതമായി വേദന വരിക. എന്നാൽ കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീര് പൂർണ്ണമായും ഇല്ലാണ്ടാകുക, വേദന ഇല്ലാണ്ടാകുക. ഇതാണ് തുടക്കത്തിൽ കാണുന്നത്. കാലക്രമേണ ഇതിന് ചികിത്സയൊന്നും തേടാതിരുന്നാൽ കാലക്രമേണ കാലിൻ്റെ പാദഭാഗത്തും കാലിൻ്റെ കീഴ്ഭാഗത്തുമായിട്ട് നിറവ്യത്യാസങ്ങൾ വരിക, കറുത്ത നിറം വരിക. ഈ നിറവ്യത്യാസം വരുന്ന ഭാഗങ്ങളിൽ ക്രമേണ വ്രണങ്ങൾ ഉണ്ടാകുക, ഈ വ്രണങ്ങൾ കരിയാതിരിക്കുക, ഇൻഫെക്ഷൻ ഉണ്ടാകുക. ചിലരിൽ കണ്ടമാനം വീങ്ങി വന്ന വെയിനുകളിൽ നിന്നും ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള മുറിവുകൾ മുഖാന്തരം കണ്ടമാനം ബ്ലീഡിംഗ് ഉണ്ടാകുക. ഈ ബ്ലീഡിംഗ് പലപ്പോഴും നമ്മൾ അറിയുക പോലും ചെയ്യാറില്ല. കാരണം ഇത് വെയിനിൽ നിന്നുള്ള ബ്ലീഡിംഗ് ആണ്, ഇതിന് വേദന ഉണ്ടാകാറില്ല. പലപ്പോഴും ആരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ രക്തത്തിൽ നിൽക്കുകയാണല്ലോ അല്ലെങ്കിൽ രക്തത്തിൽ കിടക്കുകയാണല്ലോ എന്ന് പറയുമ്പോഴാണ് ഇങ്ങനെ ബ്ലീഡിംഗ് ഉണ്ടാകുന്നു എന്ന് തന്നെ രോഗി അറിയാം. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഡോക്ടേഴ്സ് ക്യാബിനിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ആരാണ്? ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ സംസാരിച്ചോളൂ. കാലിന്റെ മുട്ടിൽ നന്നായി വേദനയുണ്ട്. അത് കുറച്ചു കാലമായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. മുട്ടിനാണോ വേദന? കാലിന്റെ മുട്ടിനാണ് വേദന. കാലിന്റെ പാദഭാഗത്ത് വേദനയോ നിറവ്യത്യാസമോ ഒന്നുമില്ല? കാലിന്റെ പാദഭാഗത്ത്, ഇടത് കാലിന്റെ പാദഭാഗത്ത് വേദനയുണ്ട്. അത് നീർക്കെട്ടുണ്ടായിരുന്നു. കാല് നീര് വരാറുണ്ടോ? കാല് കുറെ നേരം നിൽക്കുമ്പോൾ നീര് വരാറുണ്ടോ? നീരുണ്ട്. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 65 വയസ്സുണ്ട്. കാലിൽ വെയിനുകളെല്ലാം ക്രമാതീതമായി വലുതായി അങ്ങനെ കണ്ടിട്ടുണ്ടോ? വെയിനുകൾ ക്രമാതീതമായി വലുതാകുന്നില്ല. എല്ലുകളുടെ സന്ധികളുടെ വേദനയുണ്ട്.
ഇയർ കട്ട് ഉണ്ടാകാറുണ്ട്. ആ ഹാ ഹാ ഹാ. നിങ്ങൾ പറഞ്ഞു വരുന്ന കംപ്ലൈൻറ്റുകൾ വെച്ച് നോക്കുമ്പോൾ ഇത് മുട്ടിന് തേയ്മാനം വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടാവാനുള്ള സാധ്യതയാണ് കൂടുതലായി കാണുന്നത്. വെരിക്കോസ് വെയിൻ എന്നതിലുപരി ഈ സന്ധികളിൽ നീര് വരിക, സന്ധി വേദന വരിക, ഇത് സാധാരണഗതിയിൽ മുട്ടിനോ അല്ലെങ്കിൽ കാലിൻ്റെ കുഴയ്ക്കോ തേയ്മാനം വരുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന കംപ്ലയിൻസ് ആയിട്ട് തോന്നുന്നു. എന്തായാലും നിങ്ങൾ ഒരു അടുത്തുള്ള ഒരു സർജനെയോ അല്ലെങ്കിൽ ഒരു എല്ലിൻ്റെ ഓർത്തോപെഡിക്സിനെയോ കാണിച്ച് അത് എന്താണ് പ്രശ്നം എന്നുള്ളത് ഒന്ന് കാണിച്ച് പരിഹരിക്കേണ്ടതാണ്. അതെ, ഞാനൊരു ഡോക്ടറെ കാണിച്ചു. അപ്പൊ അദ്ദേഹം പറയുന്നത് ആമവാദം എന്ന പേര് പറഞ്ഞിട്ട് വാദമാണ്. 8 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. അതെ, ആ മരുന്ന് നിർത്തുമ്പോഴേ എനിക്ക് വേദന തുടങ്ങുന്നു, സന്ധികളുടെ വേദന വരുന്നു. ചർമ്മമൊക്കെ ഒരുപാട് കട്ടി പിടിച്ചിട്ടാണോ? ചർമ്മം കട്ടിയില്ല, ചർമ്മമൊക്കെ വളരെ സോഫ്റ്റ് ആണ്. ഇല്ല അല്ലേ? ബാൻഡേജ് ഉപയോഗിക്കാനൊന്നും പറഞ്ഞിട്ടില്ല ഡോക്ടർ? ബാൻഡേജ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഓ ശരി. അപ്പോൾ നിങ്ങളുടെ അന്ന് കാലിൻ്റെ സ്കാനൊക്കെ ചെയ്ത് നോക്കിയിരുന്നോ? കാലിന് എക്സ്റേ എടുത്തിരുന്നു. കാലിൻ്റെ സ്കാനിങ് ചെയ്ത് നോക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് വെരിക്കോസ് വെയിൻ ആണോ എന്നുള്ളത്. പ്രത്യേകിച്ചും നിങ്ങൾ പറയുന്നത് നീര് മാത്രമേ ഉള്ളൂ എന്നാണ്, വേദനയും നീരും മാത്രമേ ഉള്ളൂ. അപ്പോൾ കാലിൻ്റെ സ്കാൻ ചെയ്ത് നോക്കുക. അതിന് ഒരു സർജനെ കാണിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും കാലിൻ്റെ സ്കാൻ ചെയ്ത് നോക്കേണ്ടതിൻ്റെ ആവശ്യവും ഈ പറയുന്നത് ഈ വെരിക്കോസ് ഉണ്ടോ അതോ കാലിൽ വെയിനിനുള്ളിൽ ക്ലോട്ടായിട്ട് വന്ന് ബ്ലോക്ക് ആയിരിക്കുന്നതാണോ എന്നുള്ള കാരണങ്ങൾ പറഞ്ഞു തരും. അതിനനുസരിച്ച് വേണം നമുക്ക് മുന്നോട്ടുള്ള ചികിത്സ. ഡോക്ടേഴ്സ് ക്യാബിനിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ ഇപ്പം പറഞ്ഞല്ലോ ചിലപ്പോൾ ബ്ലീഡിങ് വന്ന് മറ്റൊരാൾ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അറിയാതെ. ഇത് രോഗത്തിൻ്റെ ഒരു ഏതൊരു സ്റ്റേജ് ആയിരിക്കും? വെരിക്കോസ് വെയിൻ കൂടിയ മീൻസ് അതിൻ്റെ ഒരു മൂർച്ഛിച്ച ഒരു അവസ്ഥയാണോ? ഇത് ഏറ്റവും മൂർച്ഛിച്ച അവസ്ഥയിൽ പെടുന്നതാണ്. നമുക്ക് വെരിക്കോസ് വെയിൻ സാധാരണഗതിയിൽ നമ്മൾ ഡോക്ടർമാർ ഒരു ക്ലാസിഫിക്കേഷൻ വെച്ചിട്ടുണ്ട്. C0 to C6 സീപ്പ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. അതിൽ C5, 6 എന്നുള്ള ഗ്രേഡുകളിൽ വരുന്നതാണ് ഈ വ്രണം, കരിയാത്ത വ്രണം, കരിഞ്ഞ വ്രണം, ബ്ലീഡിംഗ് ഉണ്ടാകുക, കാലിൽ നിറവ്യത്യാസം വരിക എന്നിവ. അതൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജ് ആയിട്ട് തന്നെ വേണം കരുതാൻ. അപ്പോൾ തുടക്കത്തിലെ ചികിത്സ ഇതിന് പൂർണ്ണമായിട്ടുള്ളൊരു ക്യൂർ ഉണ്ടാക്കാൻ? കാലിൽ കഴപ്പ്, വേദന, കാലിൽ നീര് വരിക എന്നുള്ള സിറ്റുവേഷൻ തുടങ്ങുമ്പോൾ തന്നെ അതിന് ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്. അത് പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യത ഒഴിവാക്കേണ്ടത് തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഈ വെരിക്കോസ് വെയിന് പാരമ്പര്യം എത്രത്തോളം ഒരു ഘടകമാണ്? പാരമ്പര്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സാധാരണഗതിയിൽ കുടുംബത്തിൽ മാതാപിതാക്കളിൽ ഒരാളിൽ വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ ഏകദേശം 30% കുട്ടികളിൽ ഉണ്ടാകാനുള്ള സാധ്യത. 2 പേരിലുണ്ടെങ്കിൽ അത് ഏകദേശം 70% എന്നാണ് പറയപ്പെടുന്നത്. ഒരു ജനറ്റിക് ഫാക്ടർ ഇതിൽ പ്രധാനമായിട്ടും കണ്ടുവരാറുണ്ട്. അതിനെ പ്രതി ഉള്ള റിസർച്ചുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഡോക്ടർ, നമുക്കൊരു കോളുണ്ട്. ഹലോ, ഡോക്ടേഴ്സ് ക്യാബിനിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഞാൻ തിരുവനന്തപുരത്താണ്. ഡോക്ടറിനോട് സംസാരിച്ചോളൂ. ഹലോ സാർ. സംസാരിച്ചോളൂ. ഹലോ, സംസാരിച്ചോളൂ. ഹലോ സാർ, എൻ്റെ ഈ മുട്ടൻകാലിൻ്റെ താഴേക്ക് അരമ്പ് ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നുണ്ട്. കുറച്ച് കൂടുതലായിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതുകൊണ്ട് വേറെ ഒന്നും കാണുന്നില്ല. ചേർത്ത് കാല് ഒന്ന് കടയാറുണ്ട്, കാല് കടഞ്ഞിട്ട് കാണാറുണ്ട്. എന്താണ് ജോലി ചെയ്യുന്നത്? പുറത്ത് ഇങ്ങനെ തള്ളി നിൽക്കുന്നത് പോരാണ്ട്. ഇതിപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ വരുന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇത് ശാശ്വതമായിട്ട് എന്താ ചെയ്യേണ്ടത്? എന്താണ് നിങ്ങളുടെ ജോലി? എൻ്റെ ജോലി നാട്ടിലെ കൂലിപ്പണിക്ക് പോണത്. അത് ശരി. നിങ്ങൾ ഒരു സർജനെയോ അല്ലെങ്കിൽ ഒരു വാസ്കുലർ സർജനെയോ ആരെങ്കിലും കാണിച്ചിരുന്നോ? ഞാനിതുവരെ ആരെയും കാണിച്ചിട്ടില്ല. ഇപ്പൊ തുടക്കാണെന്ന് പറഞ്ഞു. ഞാനൊരു ഡോക്ടർ ഫിസിഷ്യനെ കാണിച്ചപ്പോൾ ഇത് തുടക്കാണെന്ന് പറഞ്ഞു. ഇത് ശരി. നിങ്ങൾക്ക് കാലിന് വേദനയും ഈ പറയുന്ന പോലെ വെയിനുകൾ ക്രമാതീതമായി വികസിച്ച് വരികയുമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സർജനെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തെന്നാൽ കാലിൻ്റെ സ്കാൻ ചെയ്ത് നോക്കണം. അതിത് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പ്രത്യേക രീതിയിൽ ആ കാലുകളുടെ സ്ഥിതി സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് രണ്ടാമത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് സ്കാൻ ചെയ്ത് നോക്കുക. ഇപ്പോൾ വെരിക്കോസ് വെയിൻ ഉണ്ടായിരിക്കുന്നതിന് എന്താണ് യഥാർത്ഥ കാരണം എന്നുള്ളത് മനസ്സിലാക്കണം. അതിന് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഡോക്ടറിനെ കാണിച്ച് പരിശോധിച്ച് നോക്കിയതിന് ശേഷം നമ്മൾ കാലിൻ്റെ ഒരു ഡോപ്ലർ സ്കാൻ എന്ന് പറയും, വീനസ് ഡോപ്ലർ സ്കാൻ എന്ന് പറയും. ആ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ കാലിൽ എന്തുകൊണ്ടാണ് വെരിക്കോസ് വെയിൻ വന്നിരിക്കുന്നത്, വാൽവുകളുടെ അസുഖം മാത്രമാണോ അതോ കാലിൽ ഉള്ളിലേക്ക് ക്ലോട്ടിംഗ് വന്നിരിക്കുന്ന വെരിക്കോസ് ആണോ എന്ന് മനസ്സിലാവും. അതിനനുസരിച്ച് വേണം ചികിത്സാ രീതി. ഈ ക്ലോട്ടിംഗ് അല്ലാതുള്ള വെരിക്കോസ് ആണെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് ഇത് ഓപ്പറേഷൻ മുഖാന്തരമോ അല്ലെങ്കിൽ ലേസർ ചികിത്സ മുഖാന്തരമോ
നല്ല രീതിയിലുള്ള റിലീഫ് കിട്ടും. കാലില് ഇതിന് നല്ല വേദന ഉണ്ടല്ലോ. അത് വേദനയുള്ള സ്ഥിതിയിൽ ഇത് വെരിക്കോസ് വെയിൻ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വെരിക്കോസ് വെയിൻ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. വേദന വരുന്ന സ്ഥിതിയിൽ നിങ്ങൾ അധികം താമസിക്കാതെ ചികിത്സ തേടണം. ഡോക്ടറെ തന്നെ കാണിക്കണം. എന്താണ്? ഇനി ഞാനൊരു സർജനെയാണോ കാണിക്കേണ്ടത്? സർജനെയാണ് കാണിക്കേണ്ടത്. ആ. സർജനെ കാണിച്ച് കാലിന് നമുക്ക് എവിടെ നിന്ന് കാണാൻ പറ്റും? നിങ്ങൾക്ക് ഇത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ തരുന്നതാണ്. ആ. ഡോക്ടേഴ്സ് ക്യാബിനിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, അതുപോലെ തന്നെ ഈ വെരിക്കോസ് കൊണ്ടുണ്ടാകുന്ന മറ്റ് രോഗങ്ങൾ, ഇതിനോടനുബന്ധിച്ച് വരുന്ന രോഗങ്ങൾ എന്തൊക്കെയായിരിക്കും? വെരിക്കോസുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ, ഇപ്പോൾ ആ രോഗി ചോദിച്ചതുപോലെ വെരിക്കോസുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് DVT അല്ലെങ്കിൽ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയും. കാലിലെ പ്രധാനപ്പെട്ട വെയിനിൻ്റെ അകത്ത് ക്ലോട്ട് ഉണ്ടാകുക. ഈ ക്ലോട്ട് ഉണ്ടാകുന്നത് മുഖാന്തരം രക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് പോകുന്നത് തടസ്സപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് രണ്ടാമത് വെരിക്കോസ് വെയിൻ വരികയും ചെയ്യുക. സെക്കൻഡറി വെരിക്കോസ് വെയിൻസ് എന്ന് പറയും. ഈ രീതിയിലുള്ള വെരിക്കോസ് വെയിൻസ് നമ്മുടെ ഒരു റോഡ് ബ്ലോക്ക് ആയപ്പോൾ വന്നിരിക്കുന്ന ഒരു ബൈപ്പാസ് ചാനലാണ്. അപ്പോൾ ഈ തരത്തിലുള്ള വെരിക്കോസ് വെയിനെ നമ്മൾ സാധാരണഗതിയിൽ ഓപ്പറേഷൻ മുഖാന്തരമോ ലേസർ മുഖാന്തരമോ അതോ ഇഞ്ചക്ഷൻ മുഖാന്തരമോ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറില്ല. കാരണം ഇത് നമുക്ക് കാലിൻ്റെ വീനസ് റിട്ടേൺ അല്ലെങ്കിൽ ബ്ലഡ് തിരിച്ചു പോകാനുള്ള മാർഗ്ഗമാണ്. ഇത് സാധാരണഗതിയിൽ വെരിക്കോസുമായി ബന്ധപ്പെട്ട് കാണുന്നതാണ്. അതിനാൽ നമ്മൾ സാധാരണഗതിയിൽ വെരിക്കോസ് കാണുമ്പോൾ പേഷ്യൻറ്റിൻ്റെ സ്കാൻ ചെയ്ത് നോക്കി ഈ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ചിലരിൽ ഈ ആണുങ്ങളിൽ പ്രത്യേകിച്ചും വന്ധ്യതയുമായി ബന്ധപ്പെട്ട് ഒരു കോളുണ്ട്. ഹലോ, ഡോക്ടേഴ്സ് ക്യാബിനിലേക്ക് സ്വാഗതം. ആരാണ്? കാസർഗോഡ് രവിയാണ് സംസാരിക്കുന്നത്. ഡോക്ടറിന് സംസാരിച്ചോളൂ. ഹലോ, സംസാരിച്ചോളൂ രവി. ഇത് ഭാര്യക്കാണ്. പറഞ്ഞോളൂ. കാലിനകത്ത് രണ്ട് കാലിനകത്തും വെരിക്കോസ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു കാലിൽ പൊട്ടിയിട്ടുണ്ട്. കാൽഭാഗം അടിഭാഗത്ത് ഒരു പോയിന്റില് കറുത്ത കളർ വരുന്നുണ്ട്. അപ്പൊ കറുത്ത കളർ ഇതിപ്പോ ചെറുതായിട്ട് ഒരു വ്രണം പോലെ ഉണ്ട്. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് നിങ്ങൾ പറയുന്നത് പോലെ വെരിക്കോസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വ്രണമാകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ അതിന് ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് വ്രണം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള C6 എന്ന് പറയുന്ന ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലുള്ള വെരിക്കോസ് വെയിൻ ആണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സർജൻ കാണുകയും ഈ പറയുന്ന പരിശോധന നോക്കുകയും സ്കാൻ ചെയ്യുകയും ചെയ്തതിന് ശേഷമേ ഏത് ലെവൽ മുതൽ എന്ന് പറഞ്ഞാൽ തുടയുടെ മേൽഭാഗം മുതലുള്ള അസുഖമുണ്ടോ അതോ മുട്ടിന് കീഴ്ഭാഗത്ത് മാത്രമുള്ള അസുഖമാണോ എന്ന് തീരുമാനിക്കുകയും അതിനനുസരിച്ചുള്ള ചികിത്സാ രീതി തീരുമാനിക്കുകയും വേണം. ഇത് പിന്നെ സ്കാൻ ചെയ്തപ്പം തുടയുടെ മുകളിലുണ്ടെന്ന് ഒരു ചാല് പോലെ കാണുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. തുടയുടെ മുകളിലോട്ടുള്ള വെരിക്കോസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഈ പറയുന്ന വ്രണം വന്ന സ്ഥിതിക്ക് ചികിത്സ അത്യാവശ്യമാണ്. ചികിത്സ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ ലേസർ അല്ലെങ്കിൽ RFA എന്നീ ചികിത്സാ രീതികൾ മുഖാന്തരം ചികിത്സിച്ചാൽ നല്ല രീതിയിൽ വ്യത്യാസം വരും എന്നാണ് നിങ്ങൾ പറഞ്ഞത് വെച്ച് തോന്നുന്നത്. ലേസർ ചികിത്സ നല്ലോണം വേദന ഉണ്ടാവുന്ന ലേസർ ചികിത്സ സാധാരണഗതിയിൽ വേദന ഉണ്ടാവാറില്ല. ഓപ്പറേഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ വേദന ക്രമാതീതമായി കുറവാണ്. ലേസർ കഴിഞ്ഞതിന് ശേഷം വേദന ഉണ്ടാകുന്ന പറയുന്നത്. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ലോണം വേദന ഉണ്ടാവില്ല 2-3 ആഴ്ച. ലേസർ ചികിത്സ അല്ലെങ്കിൽ RFA ചികിത്സ ചെയ്യുന്നത് തന്നെ ഓപ്പറേഷൻ്റെ വേദന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണഗതിയിൽ നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ രോഗി അന്നേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ വീട്ടിൽ പോവുകയും 2-ാം ദിവസം മുതൽ ജോലിക്ക് പോയി തുടങ്ങുകയും ചെയ്യും. അതാണ് ഈ രീതിയിലുള്ള ചികിത്സാ രീതികൾ മൂലം നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്. ഡോക്ടേഴ്സ് ക്യാബിനിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഡോക്ടേഴ്സ് ക്യാബിനിൽ ഇനി ഒരു ഇടവേള. വെൽക്കം ബാക്ക് ടു ഡോക്ടേഴ്സ് ക്യാബിൻ. ഡോക്ടർ, ഈ പുരുഷന്മാരിലെ വന്ധ്യതയ്ക്ക് വെരിക്കോസ് വെയിൻ വളരെ ഒരു കാരണമായി കാണുന്നുണ്ടല്ലോ. എന്താണ് ഇതിൻ്റെ ഒരു കാരണങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? പുരുഷന്മാരിൽ കാണുന്ന വെരിക്കോസ് വെയിൻ അല്ല, വെരിക്കോസീൽ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. വെരിക്കോസീൽ എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റിസിൽ നിന്നും തിരിച്ച് രക്തം പോകുന്നത് ആ വെയിനുകളിൽ വരുന്ന ഇതുപോലെ വെരിക്കോസ് വരുന്നതിനാണ് വെരിക്കോസീൽ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ വെരിക്കോസ് വെയിനുമായി
ഡയറക്റ്റായി ബന്ധമൊന്നുമില്ല. ഈ രീതിയിലുള്ള വെരിക്കോസ് സീൽ ഉണ്ടാകുന്നത് മുഖാന്തരം ഈ ടെസ്റ്റിസിലെ ടെമ്പറേച്ചർ കൂടുകയും അതിനനുസരിച്ച് ടെസ്റ്റിസിൽ ഈ പുരുഷ ബീജത്തിൻ്റെ കൗണ്ട് കുറയുകയും ചെയ്യുക. അത് മുഖാന്തരം വന്ധ്യത ഉണ്ടാകുക, ചിലരിൽ ക്രമാതീതമായി വേദന ഉണ്ടാകുക എന്നുള്ളതാണ് ഈ വെരിക്കോസ് സീൽ മുഖാന്തരം ഉണ്ടാകുന്നത്. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഡോക്ടേഴ്സ് ക്യാബിനിലേക്ക് സ്വാഗതം. ആരാണ്? നമസ്കാരം, എൻ്റെ പേര് വിനോദ്. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ വിനോദ്, പറയൂ. സാർ, എനിക്ക് ടെസ്റ്റിസ് വെരിക്കോസ് വന്ന് ഞാൻ അങ്ങനെ സർജറി ചെയ്തിരുന്നു. വെരിക്കോസിലോക്ടമി ചെയ്തു. ഇപ്പോൾ 6 മാസമായി. എനിക്ക് വീണ്ടും വേദന വരുന്നുണ്ട്. എന്താണ് കാരണം? ഒരേ വശത്ത് തന്നെയാണോ വേദന രണ്ടാമത് വരുന്നത്? അത് ഒരു സൈഡായിട്ടല്ല, 2 സൈഡിലും ഒരുമിച്ചാണ് ഫീൽ ചെയ്യുന്നത് മൊത്തത്തിൽ. എത്ര നാളായി ഓപ്പറേഷൻ ചെയ്തിട്ട്? കറക്റ്റ് 6 മാസം. 6 മാസമായി. അന്ന് എന്തായിരുന്നു കാരണം? ഓപ്പറേഷൻ ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? വേദന വന്ന സമയത്താണ് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ സർജറി വേണമെന്ന് അന്ന് ഇത് പരിശോധിച്ച് നോക്കുകയും സ്കാൻ ചെയ്ത് നോക്കുകയും ഒക്കെ ചെയ്തിരുന്നു? സ്കാൻ ചെയ്ത് കണ്ടുപിടിച്ചതാണ്. അത് ശരി. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞിരുന്നത് പോലെ ഇത് വെരിക്കോസ് സീൽ ആണ്. വെരിക്കോസ് സീലിന് നമ്മൾ സാധാരണഗതിയിൽ ഈ പറയുന്ന തടിച്ചു വരുന്ന വെയിനുകൾ ഓപ്പറേഷൻ ചെയ്ത് ഇല്ലാണ്ടാക്കുക മുഖാന്തരം അതിൻ്റെ വേദന സാധാരണഗതിയിൽ ഇത് കുറയുന്നതാണ്. അത് കുറച്ച് സമയമെടുക്കും. ഉടനെ തന്നെ അതിൻ്റെ വ്യത്യാസം വരണമെന്നില്ല. അത് ഗ്രാജുവലായിട്ട് ആ വേദന കുറയുന്നതാണ്. ഒരു വർഷം വരെ നോക്കിയതിന് ശേഷം ആ വേദന കുറയുന്നില്ലെങ്കിൽ ഒന്നുകൂടെ ഡോക്ടറിനെ കാണിക്കുകയും വേണ്ടി വന്നാൽ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ടോ ഡോക്ടർ? വെരിക്കോസ് സീൽ സാധാരണ രണ്ടാമത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. വെരിക്കോസ് വെയിൻ പോലെയല്ല. വെരിക്കോസ് സീൽ വരാനുള്ള സാധ്യത ഓപ്പറേഷൻ ചെയ്ത സ്ഥിതിക്ക് സാധ്യത വളരെ കുറവാണ്. വളരെ ഉപകാരം ഡോക്ടർ. ഡോക്ടേഴ്സ് ക്യാബിനിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ ഇപ്പോൾ സംസാരിച്ച പോലെ വെരിക്കോസ് സീൽ ഇത് പുരുഷന്മാരിൽ കൂടുതലായി കണ്ടുവരുന്നല്ലോ. എന്താണ് ഇതിൻ്റെ ഒരു കാരണങ്ങൾ? മീൻസ് എന്തെങ്കിലും പാലിക്കേണ്ട ചിട്ടകളുണ്ടോ, അതോ പാരമ്പര്യം തന്നെയാണോ ഇതിൻ്റെയും ഒരു കാരണം? വെരിക്കോസ് സീൽ നമ്മൾ സാധാരണഗതിയിൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് വന്ധ്യതയുമായി ബന്ധപ്പെട്ടാണ്. പലപ്പോഴും രോഗികൾ ഈ പുരുഷ വന്ധ്യതയ്ക്ക് കാരണമായിട്ട് പരിശോധനയ്ക്ക് വരുമ്പോഴാണ് നമ്മൾ വെരിക്കോസ് സീൽ കാണുന്നത്. ഇതിന് വെരിക്കോസ് വെയിനിൻ്റെ ഒരേ രീതിയിലുള്ള കാരണങ്ങളാണ് കണ്ടുവരുന്നത്. പക്ഷേ ഈ പറയുന്ന രോഗികളിൽ വെരിക്കോസ് വെയിൻ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ ചിലരിൽ വയറിനുള്ളിലെ പ്രഷർ കൂടുമ്പോൾ ചിലപ്പോൾ വയറിനുള്ളിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുക, വയറിനുള്ളിൽ ചിലപ്പോൾ ഒരു ഗ്രോത്ത് ഉണ്ടാവുക, ഈ രീതിയിൽ ചിലപ്പോൾ പ്രഷർ കൂടുമ്പോൾ ചിലപ്പോൾ വെരിക്കോസ് സീൽ ഉണ്ടാകാം. ഇങ്ങനെയുള്ള വെരിക്കോസ് സീൽ പ്രത്യേകിച്ചും സ്കാൻ ചെയ്ത് നോക്കി കണ്ടെത്തുകയും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ കൂടുതലായി കണ്ടുവരുന്നത് ഏത് വിഭാഗം ആൾക്കാരിലാണ്? വെരിക്കോസ് വെയിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ആളുകളിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. പ്രത്യേകിച്ചും സ്കൂൾ ടീച്ചേഴ്സ്, പോലീസുകാർ, പട്ടാളക്കാർ, ഇങ്ങനെയുള്ളവരിലാണ് സാധാരണഗതിയിൽ കൂടുതലായി കാണുന്നത്. സ്ത്രീകളിലാണെങ്കിൽ പ്രഗ്നൻസിക്ക് ശേഷം. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഡോക്ടേഴ്സ് ക്യാബിനിലേക്ക് സ്വാഗതം. ആരാണ്? ഡോക്ടറിനോട് സംസാരിച്ചോളൂ. സംസാരിച്ചോളൂ. ഹലോ, കാവാലത്തുനിന്ന്. സംസാരിച്ചോളൂ. കാര്യം ഈ വെരിക്കോസ് വണ്ണം കൂടുതലാണ്. പൊട്ടലുണ്ട്, വ്രണമുണ്ട്. അത് ശരി. വ്രണമുണ്ട് കാല്. പ്രായം എത്രയുണ്ട്? പ്രായം? ഡോക്ടർ കോള് ഡ്രോപ്പായെന്ന് തോന്നുന്നു. ഡോക്ടർ, അത് നമ്മളിപ്പോൾ സംസാരിച്ചിരുന്നത് ഇതിൻ്റെ മീൻസ് പുരുഷന്മാരിൽ വരുന്നതിൻ്റെ കാരണം, വെരിക്കോസ് സീലിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. വെരിക്കോസ് സീലിൻ്റെ കാരണങ്ങളാണ്. അങ്ങനെ ഒബേസിറ്റി അതുപോലെ തന്നെ എത്രത്തോളം ഇതിൻ്റെ ഒരു കാരണമാണ് വെരിക്കോസ് വെയിൻ്റെ? വെരിക്കോസ് വെയിനിന് ഒബേസിറ്റി ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. സാധാരണഗതിയിലെ പല ഇൻ്റർനാഷണൽ സ്റ്റഡീസിൽ നിന്നും പറയുന്നത് ഈ ഒബേസിറ്റിയും വെരിക്കോസ് വെയിനും തമ്മിലുള്ള ബന്ധം ഒരു 60-70% വരെ ഉണ്ടെന്നാണ്. ഈ ഒബേസിറ്റി കുറയുന്നതനുസരിച്ച് എന്ന് പറഞ്ഞാൽ നല്ലോണം എക്സസൈസ് ചെയ്യുകയും ഡയറ്റിങ് മുഖാന്തരം ഒബേസിറ്റി കുറയുന്നതനുസരിച്ച് വെരിക്കോസ് വെയിൻ പലപ്പോഴും ഗ്രേഡ് കുറഞ്ഞ് സിംറ്റംസ് അല്ലെങ്കിൽ വേദന കുറഞ്ഞ് വരുന്ന ലക്ഷണവും കണ്ടുവരാറുണ്ട്. അതിനാൽ വെരിക്കോസ് വെയിൻ ഉള്ളവരിൽ ഒബേസിറ്റി ഉണ്ടെങ്കിൽ, ക്രമാതീതമായിട്ടുള്ള വെയിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കണം എന്ന് സ്ഥിരമായി അഡ്വൈസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? വെരിക്കോസ് വെയിനിന് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കാൻ ചെയ്ത് നോക്കി ഉള്ളിൽ വെയിനിൽ ക്ലോട്ടില്ല, ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഇല്ല എന്നുള്ള സ്ഥിതിയിൽ നമ്മൾക്ക് പ്രധാനമായിട്ടുള്ള ചികിത്സ ഓപ്പറേഷൻ ചെയ്ത് ഈ അസുഖമുള്ള വെയിൻ എടുത്തു കളയുക,
അല്ലെങ്കിൽ ഈ അസുഖമുള്ള വെയിൻ ഉള്ളിൽ നിന്ന് കരിച്ചു കളയുക. കരിച്ചു കളയുന്ന മാർഗ്ഗങ്ങളാണ് ലേസർ ചികിത്സ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന് പറയുന്ന RFA ചികിത്സ എന്ന് പറയുന്നത്. ചില അവസരങ്ങളിൽ മുട്ടിന് കീഴ്പോട്ടുള്ള വെരിക്കോസ് വെയിൻ. കോളുണ്ട്. ഹലോ, ഡോക്ടേഴ്സ് ക്യാബിനിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, കോട്ടയം. ഡോക്ടറോട് സംസാരിച്ചോളൂ. പറഞ്ഞോളൂ. ഡോക്ടറെ. പറയൂ. ഹലോ ഡോക്ടറെ. സംസാരിച്ചോളൂ, കേൾക്കാം. എന്റെ ഭാര്യക്കാണ്. സംസാരിച്ചോളൂ. ഭാര്യയുടെ ഇടത്തെ കാലിന് വെരിക്കോസ് വെയിന്റെ ഒരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ട് അവള് കിടന്നപ്പോ മസിൽ കയറിയപ്പോഴേ പറഞ്ഞോളൂ. അവളെ കാല് തിരുമിക്കഴിഞ്ഞ് അവള് പറഞ്ഞു ഞാൻ കുത്തിയതാന്ന് നേരം വെളുത്ത് എന്നോട് പറഞ്ഞു. അപ്പൊ തിരുമേഞ്ചാണെന്ന് അറിയാമല്ല ഇച്ചിരി മുഴ പോലെ വന്നത്. മുഴ പോലെ നിങ്ങള് പച്ചമഞ്ഞളും തുളസിയും കൂടെ അരച്ചിട്ട് വല്ലതും കുത്തിയതാന്ന് വെച്ച്. അപ്പൊ ഇവിടെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പം മരുന്ന് തന്നു. ഉപ്പുനീര് തുണിയാ മുക്കി കാലിടാനാ പറഞ്ഞേ. ശരി. അപ്പൊ കഴിക്കാനും ഗുളിക കൊടുത്തു. അപ്പൊ വേദന അങ്ങോട്ട് മാറുന്നില്ല. ശകലം നീർക്കോളും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് വെച്ച് വെരിക്കോസ് വെയിൻ മുഖാന്തരമുള്ള അൾസർ അല്ലെങ്കിൽ വ്രണം വന്നിരിക്കുന്നു. അത് മുഖാന്തരം ഇൻഫെക്ഷൻ വന്നിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നിങ്ങൾ പറയുന്നത് വഴി എനിക്ക് മനസ്സിലായിരിക്കുന്നത്. ചിലപ്പോൾ പെട്ടെന്ന് തിരുമ്മിയതിന് ശേഷം വന്നിരിക്കുന്ന മുഴ അല്ലെങ്കിൽ സ്വെല്ലിംഗ് എന്നുള്ളത് പറയുന്നത് കാരണം ചിലപ്പോൾ ഉള്ളിലെ വെരിക്കോസ് വെയിൻ ചെറുതായിട്ടൊന്ന് ബ്ലീഡിങ് ഉണ്ടായതാവാം എന്നും തോന്നുന്നുണ്ട്. അപ്പോൾ അതിനാണ് ഡോക്ടർ പ്രത്യേകിച്ചും ഉപ്പുവെള്ളം വെച്ചിട്ടുള്ള ഡ്രസ്സിങ് പറഞ്ഞതും മാത്രമല്ല നിങ്ങൾക്ക് ടാബ്ലറ്റ് തന്നതും ഇൻഫെക്ഷൻ കുറയാൻ വേണ്ടിയിട്ടായിരിക്കണം. ഇൻഫെക്ഷൻ കുറഞ്ഞതിന് ശേഷം ഈ വെരിക്കോസ് വെയിൻ്റെ സ്ഥിതി എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പരിശോധിച്ച് നോക്കുകയും അതിനുശേഷം എന്ത് ചികിത്സ വേണം, ഓപ്പറേഷൻ വേണ്ടി വരുമോ അതോ ലേസർ ചികിത്സയോ മറ്റേതെങ്കിലും ചികിത്സ വേണ്ടി വരുമോ എന്ന് തീർച്ചപ്പെടുത്തേണ്ടതാണ്. ഡോക്ടേഴ്സ് ക്യാമ്പിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ചികിത്സാ രീതികളിൽ 100 വർഷത്തിന് മേളിലായി ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സാ രീതിയാണ് വെരിക്കോസ് വെയിനിൻ്റെ സർജറി എന്ന് പറയുന്ന ട്രെൻഡൻബർഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ ഓപ്പറേഷൻ വളരെ എഫക്റ്റീവായിട്ടുള്ള സർജറി തന്നെയാണ്. നമ്മൾ സർജറി ചെയ്യുമ്പോൾ അസുഖമുള്ള വെയിൻ എടുത്തു കളയുന്നു. അസുഖമുള്ള സ്കാനിങ് ചെയ്ത് അസുഖമുള്ള ഭാഗം ഏതൊക്കെയെന്ന് കണ്ടെത്തിയിരിക്കുന്ന ഭാഗങ്ങൾ മാർക്ക് ചെയ്ത് ഓപ്പറേഷനിൽ എടുത്തു കളയുന്നു. ഈ ഓപ്പറേഷൻ ചെയ്യുന്നത് വഴി നമ്മുടെ കാലിൻ്റെ ഈ വെരിക്കോസ് വെയിൻ ഇല്ലാണ്ടാകുകയും കാലിൻ്റെ വേദനയും ഈ അൾസറിൻ്റെ കണ്ടീഷനും ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. ഈ സർജറിയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പേടി ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന വേദന, ഒരുപാട് ദിവസത്തെ റെസ്റ്റ് എടുക്കേണ്ടി വരുന്നു. ചിലരിൽ ഓപ്പറേഷന് ശേഷം വർഷങ്ങൾക്ക് ശേഷം 10-20 വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത് വരാനുള്ള സാധ്യതയുണ്ട് എന്നിവയാണ്. ഈ ബുദ്ധിമുട്ടുകളെല്ലാം കണക്കിലെടുത്താണ് നൂതന ചികിത്സാ രീതികളായ ലേസർ ചികിത്സ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ചികിത്സ എന്നുള്ള ചികിത്സകൾ വന്നിരിക്കുന്നത്. ഈ ചികിത്സകൾ വഴി നമ്മൾ ഈ അസുഖമുള്ള വെയിൻ ഉള്ളിൽ നിന്ന് കരിച്ചു കളയുകയാണ് ചെയ്യുന്നത്. ഇത് സാധാരണഗതിയിൽ ലോക്കൽ അനസ്തീഷ്യയോ ചില സന്ദർഭങ്ങളിൽ സ്പൈനൽ അനസ്തീഷ്യയോ വഴി ചെയ്യാവുന്നതാണ്. സാധാരണഗതിയിൽ ഒരു ദിവസത്തെ അഡ്മിഷൻ മതിയാവും. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഡോക്ടേഴ്സ് ക്യാബിനിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. പിന്നെ എൻ്റെ കാലിന് ഡെലിവറിക്ക് ശേഷമാണ് വന്നത്. പറഞ്ഞോളൂ. പിന്നെ കുറച്ച് അങ്ങനെ. ഹലോ, ടിവിയുടെ വോളിയം കുറച്ച് വെച്ച് സംസാരിക്കൂ. പിന്നെ കുറച്ച് വെയിറ്റ് കൂടുതലാണ് ഞാൻ. മുന്നേ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം പിന്നെ വൈകുന്നേരം ആകുമ്പോൾ കാലുകടച്ചിലുണ്ടാവും ഇടക്കിടക്ക്. പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട്. കാലിന്റെ മുട്ടിനാണുള്ളത്. മുട്ടിന്റെ ബാക്കിലെല്ലായിട്ട്. അതിനിപ്പോ എന്താ ചെയ്യണ്ടേ? കുറച്ച് തടിച്ച പോലത്തെ ഞരമ്പുകളെല്ലാം. എത്ര വർഷമായിട്ടുണ്ട് ഇത്? ഇപ്പം 4 വർഷമായിട്ടുള്ളൂ. കാലിൽ പാദഭാഗത്ത് നിറവ്യത്യാസങ്ങളോ എല്ലാം കണ്ടിട്ടുണ്ടോ? കാലിന്റെ പാദഭാഗത്തായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ചെറുങ്ങനെ നേരിയ നീല നിറം വരുന്നുണ്ട്. നീല ലൈറ്റ് പച്ച പോലത്തെ കളറായിട്ട് വരുന്നുണ്ട്. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ചിട്ട് വെരിക്കോസ് വെയിൻ മുഖാന്തരം സ്കിൻ ചേഞ്ചസ്, തൊലിയിൽ ചേഞ്ചസ് വരുന്നതും ആണ് നിങ്ങൾ പറയുന്ന പ്രശ്നം. പ്രത്യേകിച്ചും തൂക്കക്കൂടുതലുണ്ടെന്ന് പറയുന്നു. ഈ സന്ദർഭത്തിൽ നമുക്ക് വെരിക്കോസ് വെയിൻ
കാണിക്കുകയും അതിനുള്ള ചികിത്സ തേടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് ചെയ്യുന്നത് വഴി ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞത് പിന്നെ റെസ്റ്റ് ചെയ്യാനോ കുറച്ച് നിന്ന് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ അല്ലാണ്ട് വേറെ ചെയ്യാൻ പറ്റൂല എനിക്ക് പറഞ്ഞു. ഇതിന് ഒരു സർജനെ കാണിക്കുക. സർജനെ കാണിച്ച് സർജൻ അതിൻ്റെ പരിശോധനകൾ ചെയ്യുകയും സ്കാനിങ് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് ഈ കാലിന് നീര് വരുന്നതിന് കാരണം വെരിക്കോസ് വെയിൻ തന്നെയാണോ അതോ വെരിക്കോസ് വെയിൻ അല്ലാതെ കാലിൽ വരുന്ന DVT എന്ന് പറയുന്ന രോഗമാണോ എന്ന് കണ്ടെത്തുകയും അതിനനുസരിച്ചുള്ള ചികിത്സാ രീതികൾ തരികയും ചെയ്യും. ഡോക്ടേഴ്സ് ക്യാബിനിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇന്നത്തെ ഡോക്ടേഴ്സ് ക്യാബിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത്രയും നേരം നമ്മളോട് സഹകരിച്ചതിന് വളരെയധികം നന്ദി. മറ്റൊരു വിഷയവുമായി ഡോക്ടേഴ്സ് ക്യാബിൻ നാളെ കാണാം. നന്ദി.